ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മാത്സിലെ നമ്മുടെ സെക്കൻഡ് യൂണിറ്റ്. എല്ലാ കൂട്ടുകാരും ഫസ്റ്റ് യൂണിറ്റിൻ്റെ ക്ലാസ് കാണുമെന്ന് കരുതുന്നു. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൻ്റെ ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് യൂണിറ്റിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്സ് മാത്രമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റ് ക്ലാസ്സുകളും നമ്മുടെ ടോപ്പേഴ്സ് വേൾഡിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൻ്റെ പേരെന്താണ്? ഹൈഡ് ആൻഡ് സീക്ക്. എന്താ ഹൈഡ് ആൻഡ് സീക്ക് എന്ന് വെച്ചാൽ ഒളിച്ചുകളി അല്ലേ? ഒളിച്ചുകളിനെയാണ് ഇംഗ്ലീഷിൽ ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറയുക. അപ്പം നമുക്കിവിടെ എന്തൊക്കെയാണ് എന്താണ് ഹൈഡ് ആൻഡ് സീക്ക് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ്, നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പേജ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ്സും അതോടൊപ്പം തന്നെ നമ്മുടെ വർക്ക് ബുക്കിൻ്റെ ക്ലാസ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും കാണണം. അതേപോലെ നമ്മൾ യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് യൂണിറ്റ് ഹൈഡ് ആൻഡ് സീക്ക്. ഇവിടെ ആരാണ് ഒളിച്ച് കളിക്കുന്നത് നോക്കൂ. നമുക്ക് ഒളിച്ച് കളിക്കുമ്പോൾ എന്താ നമുക്ക് കൗണ്ട് ചെയ്യാൻ അറിയണം അല്ലേ? അതായത് 1 2 3 എണ്ണാൻ അറിയണ്ടേ? 1 2 3 നമ്മൾ കണ്ണ് പൊത്തിയിട്ട് എണ്ണുമ്പോഴാണ് മറ്റുള്ള കൂട്ടുകാർ എന്ത് ചെയ്യുക? ഒളിക്കുക അല്ലേ? അതായത് ക്യാച്ചർ എന്ത് ചെയ്യും? കണ്ണ് പൊത്തിയിട്ട് നമ്പർ കൗണ്ട് ചെയ്യും. 1 2 3 എന്ന് പറഞ്ഞിട്ട് നമ്പർ കൗണ്ട് ചെയ്യും. ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? പോയി ഒളിക്കും. അപ്പോൾ നമുക്ക് എന്തറിയണം? നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ, എണ്ണാൻ അറിയാം അല്ലേ? അതാണ് ഇവിടെ നമ്മൾ ഹൈഡ് ആൻഡ് സീക്കിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടെ ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? കണ്ണ് പൊത്തി നിൽക്കുന്നുണ്ട് അല്ലേ? ലെറ്റ്സ് പ്ലേ ഹൈഡ് ആൻഡ് സീക്ക് ടുഡേ. ഇവിടെ നോക്കൂ, കൗണ്ട് അപ് ടു 50 നീയ. ഈ കുട്ടീൻ്റെ പേരാണ് നീയ. നീയോട് എന്താ പറയണത്? കൗണ്ട് അപ് ടു 50 എന്ന് വെച്ചാൽ 50 വരെ എണ്ണണം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും പോയി ഒളിച്ചു. There are so many trees in Nia's backyard, lots of shade and so cool. എന്താണ്? നിയയുടെ വീടിൻ്റെ പുറത്ത് എന്തുണ്ട്? ഒരുപാട് മരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കളിക്കാൻ നല്ല തണലൊക്കെ ഉണ്ട് അല്ലേ? ഒളിക്കാനും കളിക്കാനൊക്കെ ഒരുപാട് എന്തുണ്ട്? സ്ഥലമുണ്ട്. അപ്പോൾ ലെറ്റ്സ് ഹൈഡ് ഹിയർ. എന്താ പറയണത്? നമുക്കിന്ന് ഇവിടെ ഒളിക്കാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ബാക്കിയുള്ള കൂട്ടുകാർ എന്ത് ചെയ്യണം? മരത്തിൻ്റെ പുറകിലൊക്കെ പോയിട്ട് ഒളിക്കുകയാണ് അല്ലേ? നെക്സ്റ്റ് പേജ്, കൗണ്ട് ആൻഡ് പ്ലേ. എന്താണ്? കൗണ്ട് ആൻഡ് പ്ലേ. അപ്പം നീ എന്ത് ചെയ്യാണ്? കണ്ണ് പൊത്തിയിട്ട് കൗണ്ട് ചെയ്യാണ്. അപ്പം നീ കൗണ്ട് ചെയ്തത് എങ്ങനെയാ നോക്കിക്കേ? 13 14 15 16 27 28 29 30. ഇത് ശരിയാണോ നീ കൗണ്ട് ചെയ്യുന്നത്? അല്ല. അപ്പം നീയുടെ കൂട്ടുകാർ കണ്ടുപിടിച്ചു നീ എണ്ണുന്നത് എങ്ങനെയാണെന്ന്. സ്കിപ്പ്ഡ് സം നമ്പേഴ്സ്. ചില നമ്പേഴ്സ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നീ കൗണ്ട് ചെയ്യുന്നത്. നിങ്ങളും അങ്ങനെയാണോ? നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്ന സമയത്ത് ക്യാച്ചർ ആവുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെയാണോ കൗണ്ട് ചെയ്യുക? അതായത് 1 2 3 കൗണ്ട് ചെയ്യുന്നതിന് പകരം ഇടയിലുള്ള നമ്പേഴ്സ് ഒക്കെ സ്കിപ്പ് ചെയ്യുക വെച്ചാൽ അത് പറയാതെ അടുത്തടുത്ത നമ്പേഴ്സ് പറയുക. അങ്ങനെയാണോ കൗണ്ട് ചെയ്യുക? അല്ല അല്ലേ? അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ കറക്റ്റായിട്ടുള്ള ഓർഡറിൽ വേണം നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഏതൊക്കെ നമ്പേഴ്സ് ആയിരിക്കും നീ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവുക? അതായത് നീ പറയാതിരിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? റൈറ്റ് ദ നമ്പേഴ്സ് നീ സ്കിപ്പ്ഡ്. ഏതൊക്കെ നമ്പേഴ്സ് ആണ്? അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് എന്താണ്? 13 നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ നമ്പേഴ്സിൽ സ്കിപ്പ് ചെയ്തത് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. അതല്ല, നീ 1 നിന്ന് സ്കിപ്പ് ചെയ്ത് 13 ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് 13 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും? ഇവിടെ ഫസ്റ്റ് ഏത് വരണം? 1 വരണം അല്ലേ? അപ്പോൾ 1 2 3 അങ്ങനെ 10 11 12 കഴിഞ്ഞിട്ടാണ് 13 വരുന്നത് അല്ലേ? അപ്പം നമ്മൾ ഇവിടെ സ്കിപ്പ് ചെയ്ത നമ്പേഴ്സ് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. അതായത് 13 14 15 16. ഇവിടെ സ്കിപ്പ് ചെയ്ത നമ്പർ ഏതാ? 17 18 19 20 21 22 23 24 25 26 27 28 29 30. അതായത് ഈ 13ൻ്റെയും ഇടയിൽ സ്കിപ്പ് ചെയ്ത നമ്പേഴ്സ് മാത്രമാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ടീച്ചർ എന്താ പറയുന്നത് അതുപോലെ എഴുതുക. അപ്പോൾ അടുത്ത ക്യാച്ചറെ പിടിച്ചു. അടുത്തത് നീയ ഫൗണ്ട് ജാൻവി ഫസ്റ്റ്. നീ ആരെ കണ്ടുപിടിച്ചു? ജാൻവി ഫസ്റ്റ് ജാൻവിയെ കണ്ടുപിടിച്ചു അല്ലേ? അപ്പോൾ ജാൻവി ആയി ക്യാച്ചർ. അപ്പോൾ ജാൻവി എന്ത് ചെയ്യണം? ജാൻവി കൗണ്ടഡ് സ്റ്റാർട്ടിങ് ഫ്രം 30. 30ൽ നിന്ന് ജാൻവി കൗണ്ട് ചെയ്യാണ്. 30ൽ നിന്ന് ജാൻവി കൗണ്ട് ചെയ്യാണ് കേട്ടോ. ഐ വിൽ കൗണ്ട് നൗ. റൈറ്റ് 10 നമ്പേഴ്സ് ഷീ കൗണ്ടഡ് ഇൻ ഓർഡർ. അതായത് 30ൽ നിന്ന് 30 എന്നാണ് ജാൻവി കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ 30ൽ നിന്ന് 10 നമ്പേഴ്സ് 30ന്ന് 10 നമ്പേഴ്സ് ആണ് ഇവിടെ എഴുതേണ്ടത്. അതായത് 31 32 33 34 35 36 37 38 39 40. You too can play with your friends. അപ്പോൾ നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്ത് കളിക്കുക? ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാനാണ് പറയുന്നത്.
നെക്സ്റ്റ് പേജ്. They heard a noise in the road while playing. അപ്പോൾ അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റോട്ടിൽ നിന്ന് ഒരു ശബ്ദം കേട്ടത്. എന്താ സംഭവം? അതെ, എന്താ? ഒരു വണ്ടിയിൽ പോകുന്ന സമയത്ത് ഫ്രൂട്ട്സ് അല്ലേ, അതായത് ഫ്രൂട്ട്സും ഒക്കെ എന്തായി വണ്ടിയിൽ നിന്ന് താഴെ, അതായത് വണ്ടിയിൽ വെച്ച കവറിനകത്ത് താഴെ വീണു, റോഡിലോട്ട് വീണു. അപ്പോൾ അവരത് എടുക്കാൻ സഹായിക്കുകയാണ്. അപ്പോൾ അത് ആരായിരുന്നു? ഇതാണ് സാബു ബ്രോ. കുട്ടികൾക്ക് അറിയുന്ന ഒരു അങ്കിൾ അല്ലെങ്കിൽ ഒരു ബ്രദർ ആയിരിക്കും, അവർ സാബു ബ്രോ എന്നാണ് വിളിക്കുക. സാബു ബ്രോ വണ്ടിയിൽ പോവുമായിരുന്നു. അപ്പോൾ സാബു പോകുന്ന സമയത്ത് വണ്ടിയിൽ നിന്ന് എന്ത് ചെയ്തു? അതെ, ഫ്രൂട്ട്സ് ഒക്കെ താഴെ വീണു. അപ്പൊ എന്താ സാബു പറയണത്? ഇറ്റ്സ് ഓക്കെ, ജസ്റ്റ് നോക്ക് ഓവർ ദ ബാഗ്, we will help. അങ്ങനെ കുട്ടികളെ സഹായിക്കണം എടുക്കാൻ. They put all the fruits in the bag. Nia counted each time. അങ്ങനെ അവർ എല്ലാ ഫ്രൂട്ട്സും എടുത്ത് ബാഗിലിട്ടു. അപ്പം നീ എന്ത് ചെയ്യണം? ഓരോ ഫ്രൂട്ട്സും കൗണ്ട് ചെയ്യാണ് കേട്ടോ. ഓരോ ഫ്രൂട്ട്സ് കൗണ്ട് ചെയ്യാണ്. ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട്? ആപ്പിൾ ഉണ്ട്, മാംഗോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര ആപ്പിൾ ഉണ്ട് എന്നാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? കൗണ്ട് ചെയ്ത് എണ്ണി നോക്കിയിട്ട് എഴുതേണ്ടത്. ഈ ഇവിടെ കൂട്ടമാക്കിയിട്ട് ഗ്രൂപ്പ് ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതൊരു ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്, ഫോർത്ത് ഗ്രൂപ്പ്, ഇത് രണ്ടെണ്ണം സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ എത്ര ഉണ്ട്? 10 ഉണ്ട്. എണ്ണി നോക്കൂ. 1 2 3 4 5 6 7 8 9 10. 10 ഇല്ലേ? ഒന്നിൽ 10 ഉണ്ട്. അപ്പോൾ നമ്മളിത് നമ്മൾ കഴിഞ്ഞ സ്റ്റാൻഡേർഡിൽ തന്നെ നമ്മൾ പഠിക്കുന്നതാണ്. ഒരു 10, വീണ്ടും ഒരു 10 വന്നാൽ 20, പിന്നെ 3 10s are 30, 4 10s are 40. ഇതിൽ നമുക്ക് എണ്ണി നോക്കുമ്പോൾ ഇവിടെ എത്ര ഉണ്ട്? മൊത്തം 40 ആപ്പിൾ ഉണ്ടാവും. പിന്നെ അടുത്തത് 40 കഴിഞ്ഞാൽ 41, എത്രയാ? 42. മൊത്തം 42 ആപ്പിൾ ഉണ്ട്. അതേപോലെ മാംഗോ കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ 54 മാംഗോ ഉണ്ടാവും. അടുത്തത് ഓറഞ്ച് കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ 34 ഓറഞ്ച് ഉണ്ടാവും. They got all the mangoes and oranges but not apples. There were 45 apples in all. അപ്പോൾ അവർക്ക് അവരുടെ ബാഗിൽ ഉണ്ടായിരുന്ന എല്ലാ മാംഗോസും ഓറഞ്ചസും തിരിച്ചു കിട്ടി, പക്ഷേ എല്ലാ ആപ്പിളും തിരിച്ചു കിട്ടിയില്ല. കാരണം മൊത്തം 45 ആപ്പിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത് കവറിൽ. താഴെ വീണ് തിരിച്ച് നമ്മൾ എന്ത് ചെയ്തു? എടുത്തപ്പോൾ 42 ആപ്പിളായി. അപ്പോൾ എത്ര ആപ്പിളാണ് കാണാതെ പോയത്? ഹൗ മെനി മോർ ആപ്പിൾസ് ടു ഫൈൻഡ്. അപ്പോൾ എത്ര ആപ്പിൾസ് കണ്ടുപിടിക്കണം? അതിന് എന്ത് ചെയ്യണം? ടോട്ടൽ എത്ര ആപ്പിൾസ് ഉണ്ടായിരുന്നു? 45 ഉണ്ടായിരുന്നു. തിരിച്ച് എത്ര കിട്ടി? 42 കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ആണ് ചെയ്യേണ്ടത്, സബ്ട്രാക്ട് ചെയ്യണം. 45ൽ നിന്നും 42 മൈനസ് ചെയ്യുക. അപ്പോൾ എങ്ങനെ മൈനസ് ചെയ്യാന്ന് അറിയില്ലല്ലോ കൂട്ടുകാർക്കും? ഇതുപോലെ എഴുതി മൈനസ് ചെയ്യുക കേട്ടോ. 5ൽ നിന്ന് ആദ്യം നമ്മൾ എപ്പോഴും മൈനസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ മൈനസ് സിമ്പിൾ ഇടുന്നുണ്ട് അല്ലേ? മൈനസ് സിമ്പിൾ അടുത്തുള്ള നമ്പേഴ്സ് എടുക്കുക, അതാണ് മൈനസിൻ്റെ. അതായത് ആദ്യം ചില കൂട്ടുകാർ ഫസ്റ്റ് ഇത് മൈനസ് ചെയ്ത് ഇവിടെ ആൻസർ എഴുതിയതിനു ശേഷം നെക്സ്റ്റ് ഇത് മൈനസ് ചെയ്യും. അങ്ങനെ ചെയ്യരുത്, തെറ്റാണ്. എപ്പോഴും മൈനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മൈനസിൻ്റെ ഈ ചിഹ്നം ഇല്ലേ, ഈ സിമ്പിൾ, ഇതിൻ്റെ അടുത്തുള്ള നമ്പേഴ്സ് തമ്മിലാണ് ആദ്യം മൈനസ് ചെയ്യേണ്ടത്. 5 - 2. 5 2 മൈനസ് ചെയ്യൂ, ആൻസർ പറയൂ. എത്ര കിട്ടിയ ആൻസർ? 3 അല്ലേ? 3. അടുത്താണ് നെക്സ്റ്റ് നമ്മൾ മൈനസ് ചെയ്യേണ്ടത് എന്താ? 4 - 4. 4 - 4 രണ്ട് ഒരേ നമ്പർ ആണെങ്കിൽ എന്തായിരിക്കും ഉത്തരം? എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ ഉത്തരം എന്താണ്? 3 അല്ലേ? അതായത് 3 ആപ്പിൾസ് കൂടെ അവരെന്ത് ചെയ്യണം? ഫൈൻഡ് ചെയ്യണം, കണ്ടുപിടിക്കണം. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ. അപ്പോൾ ഇവിടെ ഉള്ളതിൽ ഏതാണ് ഏറ്റവും വലിയ നമ്പർ? ഏതാ? 54 മാംഗോസ് അല്ലേ? വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ. ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 34, അതായത് ഓറഞ്ച്. ഹൗ മെനി മോർ ആപ്പിൾ ദൻ ഓറഞ്ച്. അതായത് എത്ര ആപ്പിൾസ് ഓറഞ്ചിന്? ഹൗ മെനി മോർ ആപ്പിൾസ് ദൻ ഓറഞ്ച്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കുക. എന്താ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എത്ര ആപ്പിൾസ് ഓറഞ്ചിനെക്കാട്ടിലും എത്ര ആപ്പിൾസ് അധികമായിട്ടുണ്ട് എന്നാണ് ചോദ്യം. ഓറഞ്ചിനെക്കാട്ടിലും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ ആപ്പിളാണ് അധികം. അപ്പോൾ എത്ര ആപ്പിളാണ് അധികമായിട്ടുള്ളത്? അപ്പോൾ 42 ആപ്പിൾസ്. നമ്മളിവിടെ 45 വെച്ചിട്ടല്ല മൈനസ് ചെയ്യുന്നത്, കാരണം നമുക്ക് തിരിച്ചു കിട്ടിയത് എത്രയാ? 42 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് 42 34 മൈനസ് ചെയ്യാം. ഓക്കെ, അതല്ല നിങ്ങൾക്ക് ടീച്ചർ പറയുകയാണ് 45 ആപ്പിൾ അല്ലേ ടോട്ടൽ ഉള്ളത്. ടോട്ടൽ എത്ര ആപ്പിൾ ഉണ്ട്? 45 ആപ്പിൾ ഉണ്ട് അല്ലേ? 45 ആപ്പിളിന് 34 മൈനസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഇവിടെ 5 ഇട്ട് കൊടുത്തിട്ട് മൈനസ് ചെയ്യാം. ഇപ്പം നമ്മുടെ കയ്യിലുള്ള ആപ്പിളിനാണ് നമ്മൾ മൈനസ് ചെയ്യുന്നത്. 42 ആപ്പിളാണ് കയ്യിലുള്ളത്. 42 34 മൈനസ് ചെയ്യുക. അപ്പോൾ 2 എന്ന നമ്പർ ചെറുതാണ് 4-നെക്കാളും. 2ൽ നിന്ന് 4 കുറയ്ക്കാൻ പറ്റുമോ? മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ക്യാരി ചെയ്യണം.
2 എന്താവും 12 ആകും. അതായത് 1 ഇങ്ങോട്ട് 4ൽ നിന്ന് 2ലോട്ട് 1 ക്യാരി ചെയ്തു. അപ്പോൾ 2 12 ആയി. 4 എന്തായി 3. 4ൽ നിന്ന് ഒന്ന് പോയില്ലേ, ഒന്ന് കുറഞ്ഞു. അപ്പോൾ 3 ആയി. 12ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ 8. 3ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 0. അപ്പോൾ ഉത്തരം എന്താ കിട്ടും? 8 അല്ലേ? 8 എണ്ണം കൂടുതൽ. അതല്ല നിങ്ങളുടെ ടീച്ചർ പറയുകയാണ് 45 ആപ്പിൾ ടോട്ടൽ ഉള്ള 45ൽ നിന്ന് 34 മൈനസ് ചെയ്യാൻ പറയുകയാണ്. 45ൽ നിന്ന് 34 മൈനസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ എത്ര ആപ്പിൾ ആയിരിക്കും അധികം? അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് മൈനസ് ചെയ്യാൻ പറ്റില്ലേ? 5ൽ നിന്നും ഇവിടെ 5 ആകും. 5ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ 1. 4ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 1. 11 ആപ്പിൾസ് അധികമാകും. അടുത്തത് നമ്പർ ഗെയിം ആണ്. സോഹൻ ആൻഡ് നിയ ആർ പ്ലേയിങ് എ നമ്പർ ഗെയിം. സോഹനും നിയയും കൂടെ നമ്പർ ഗെയിം കളിക്കുകയാണ്. സോഹൻ ഗോട്ട് 40 പോയിന്റ്സ് ഇൻ ദ ഫസ്റ്റ് ഗെയിം. സോഹന് ഫസ്റ്റ് ഗെയിമിൽ 40 പോയിന്റ്സ് കിട്ടി. നിയ ഗോട്ട് 7 പോയിന്റ്സ് മോർ ദൻ സോഹ. നിയയ്ക്ക് സോഹനെക്കാൾ 7 പോയിന്റ്സ് അധികമാണ് കിട്ടിയിരിക്കുന്നത്. ഹൗ മെനി പോയിന്റ്സ് ഡിഡ് നിയ ഗെറ്റ്? അങ്ങനെയാണെങ്കിൽ നിയയ്ക്ക് എത്ര പോയിന്റ്സ് കിട്ടി? 7 മോർ ദൻ 40. 40നെക്കാളും 7 കൂടുതൽ എന്ന് പറയുമ്പോൾ 40ന്റെ കൂടെ 7, 40ന്റെ കൂടെ 7 പ്ലസ് ചെയ്ത് നോക്കൂ. ആൻസർ എന്ത് കിട്ടും? 47. നിയ ഗോട്ട് 44 പോയിന്റ്സ് ഇൻ ദ സെക്കൻഡ് ഗെയിം. രണ്ടാമത്തെ ഗെയിമിൽ നിയ കിട്ടിയത് 44 പോയിന്റ്സ് ആണ്. സോഹൻ ഗോട്ട് 14 പോയിന്റ്സ് ലെസ് ദാൻ നിയ. സോഹന് കിട്ടിയത് നിയയ്ക്ക് കിട്ടിയതിനെക്കാട്ടും 14 പോയിന്റ്സ് കുറവാണ്, ലെസ് ആണ്. ഹൗ മെനി പോയിന്റ്സ് ഡിഡ് സോഹൻ ഗെറ്റ്? അങ്ങനെയാണെങ്കിൽ സോഹൻ എത്ര പോയിന്റ്സ് കിട്ടി? 14 ലെസ് ദാൻ 44. 44നെക്കാട്ടിലും 14 ലെസ്. അപ്പോൾ ലെസ് ചെയ്യാൻ എന്ത് ചെയ്യണം? വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പർ മൈനസ് ചെയ്യണം. 44 എന്ന് 14 മൈനസ് ചെയ്യൂ. എങ്ങനെ മൈനസ് ചെയ്യണം? നമ്മളിപ്പോൾ പറഞ്ഞതാണല്ലേ. 4 ന്ന് 4 മൈനസ് ചെയ്യുക 0. 4 ന്ന് 1 മൈനസ് ചെയ്യുക, ആൻസർ 3. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 30 അല്ലേ? 30 പോയിന്റ്സ് ആയിരിക്കും സെക്കൻഡ് ഗെയിമിൽ സോഹന് കിട്ടിയിട്ടുണ്ടാവുക. ഇൻ ദ തേർഡ് ഗെയിം ദ പോയിന്റ്സ് ദേ ഗോട്ട് ടുഗദർ ഈസ് ലെസ് ദാൻ 50. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിയർ പോയിന്റ്സ് ഈസ് 10. മൂന്നാമത്തെ ഗെയിമിൽ അവർക്ക് രണ്ടാൾക്ക് കിട്ടിയത് ദ പോയിന്റ്സ് ദേ ഗോട്ട് ടുഗദർ ഈസ് ലെസ് ദാൻ. ടുഗദർ വെച്ചാൽ രണ്ടാൾക്കും കൂടെ ഒന്നിച്ചിട്ട് രണ്ടാളുടെ പോയിന്റ്സും കൂടെ കൂട്ടുന്ന സമയത്ത് 50നെക്കാട്ടിലും കുറവാണ്. 50നെക്കാട്ടിലും ലെസ് ദാൻ 50 ആണ് ആൻസർ വരിക. അതേപോലെ അവരുടെ രണ്ടുപേരുടെ പോയിന്റ്സ് തമ്മിൽ മൈനസ് ചെയ്ത് നോക്കുന്ന സമയത്ത്, കുറച്ച് നോക്കുന്ന സമയത്ത്, സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് 10 ആണ്. വാട്ട് ക്യാൻ ബി ദ പോയിന്റ്സ് ഈച്ച് ഗോട്ട്? അങ്ങനെയാണെങ്കിൽ അവർക്ക് കിട്ടിയ പോയിന്റ്സ് എത്രയായിരിക്കും? നിയയ്ക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവാം? 20. സോഹൻ എത്ര കിട്ടിയിട്ടുണ്ടാവാം? 10 അല്ലേ? അപ്പോൾ നമുക്ക് പറയാം 20 മൈനസ് 10 എത്ര ആൻസർ വരുന്നത്? 20 മൈനസ് 10 ആൻസർ വരുന്നത് എത്ര വരും? 10 വരുന്നുണ്ട്. 10 ഡിഫറൻസ് വരുന്നുണ്ട്. അതേപോലെ 15നെക്കാട്ടും 20 പ്ലസ് 10 ചെയ്യുന്ന സമയത്ത് 30 വരും. അപ്പോൾ 30 എന്ന് പറയുന്നത് 15നെക്കാട്ടിലും കുറവാണ് അല്ലേ? ഇതൊരു ചാൻസ് മാത്രമാണ്. അടുത്ത നമുക്ക് ഇതേപോലെ വേറെ ഒരുപാട് ഡിഫറൻസ് എഴുതാൻ പറ്റില്ല. 20യും 10ഉം 10 ആവണം എന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ഇതൊരു എക്സാമ്പിളാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ 30യും അതേപോലെ ഇവിടെ 20 ആണെങ്കിലും കറക്റ്റ് തന്നെയാവില്ലേ? ഇല്ല അല്ലേ? അപ്പോൾ 50 ആവും. ലെസ് ദാൻ 50 ആവണം അല്ലേ? അതല്ല നമുക്കിവിടെ വേണമെങ്കിൽ 21ഉം അതേപോലെ ഇവിടെ 11ഉം ആണെങ്കിലോ, അല്ല ഇവിടെ 9ഉം ആണെങ്കിലോ അല്ലേ? അപ്പോഴും എന്താണ് ഡിഫറൻസ്? 10 വരണം. ലെസ് ദാൻ 50 ആയിരിക്കും. കറക്റ്റായി വരുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്താണെന്ന് ഒരു ആൻസർ മാത്രം എഴുതിയിരിക്കുന്നത്. ഇതുപോലെ കുറേ നമ്പേഴ്സ് ഇവിടെ ഉത്തരമായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ക്ലാസ് ടീച്ചർ പറയുന്ന സമയത്ത് അത് ചെയ്യുക. നെക്സ്റ്റ് ഡെക്കറേഷൻ. Nia and Sohan cut different shapes from colored papers for decorating the classroom. See what I made stars. അപ്പോൾ ഇവരെന്ത് ഈ കളർ പേപ്പർ ഉപയോഗിച്ചിട്ട് സ്റ്റാർസ് ഒക്കെ ഉണ്ടാക്കുകയാണ്, ഡിഫറെൻറ്റ് ഷേപ്പ് ഉണ്ടാക്കുകയാണ്. They played with the shapes. അപ്പോൾ ഇവിടെ നോക്കൂ, സ്റ്റാർ ഷേപ്പിന് 10 പോയിന്റ്സും ഈ കാണുന്ന സ്ക്വയർ ഷേപ്പിന് 1 പോയിന്റും ആണ്. Both of them laid out their pieces. How many points does each get? അങ്ങനെയാണെങ്കിൽ അവർക്ക് കിട്ടിയ പോയിന്റ്സ് എത്രയാണ്? നിയയ്ക്ക് നോക്കൂ, എത്ര സ്റ്റാർ ഉണ്ട്? 1 2 3 4 5. സോ 5 10. ഒരു സ്റ്റാർ 10. അപ്പോൾ 5 10 പറഞ്ഞാൽ 50. അതേപോലെ ബ്ലൂ ഈ സ്ക്വയറിന് എത്ര? 1 പോയിന്റ് അല്ലേ? 1 2 3 4. അപ്പോൾ 4 പോയിന്റ്. 50 പ്ലസ് 4 എത്ര ഉത്തരം? 54. അതേപോലെ സോഹൻ എത്ര സ്റ്റാർ ആണ്? 4 സ്റ്റാർ. അപ്പോൾ 40. എത്ര സ്ക്വയർ കിട്ടി? 2. അപ്പോൾ 40 പ്ലസ് 2 42. ഹൂ ഗോട്ട് മോർ? ആർക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത്? നിയ. ഹൗ മെനി മോർ? എത്ര അധികം കിട്ടി? സോഹനെക്കാട്ടിലും എത്ര അധികമാണ് നിയയ്ക്ക് കിട്ടിയിരിക്കുന്നത്? 54 ന്ന് 42 മൈനസ് ചെയ്യുക, ആൻസർ എന്താ? 12. ടു മേക്ക് ദ പോയിന്റ്സ് ഈക്വൽ ഹൗ മെനി ഓഫ് ഈച്ച് ഷേപ്പ് ഷുഡ് സോഹൻ കട്ട് ഓഫ്? അപ്പോൾ എന്ത് ചെയ്യണം? അത് രണ്ടുപേരുടെ പോയിന്റും ഈക്വൽ ആവണമെങ്കിൽ എന്തായിരിക്കണം? സോഹന് ടു മേക്ക് ദ പോയിന്റ്സ് ഈക്വൽ ആവണമെങ്കിൽ ഹൗ മെനി ഓഫ് ഈച്ച് ഷേപ്പ് ഷുഡ് സോഹൻ കട്ട് ഓഫ്?
എന്നാണ് ചോദ്യം അല്ലേ. അപ്പൊ എന്താണ് ആൻസർ? എന്താ? അതെ, എത്ര, അതായത് നമ്മുടെ സോഹന് നിയയുടെ പോയിന്റുമായിട്ട് ഈക്വൽ ആവണമെങ്കിൽ എത്രണ്ണം വേണം? സ്റ്റാർ എത്രണ്ണം വേണം? അതായത് ഒരു സ്റ്റാർ മതി അല്ലേ. അതായത് 50 ആവണമെങ്കിൽ ഒരു സ്റ്റാർ പോരെ. 1 10 ആണ്. അപ്പൊ ഇവിടെ 2 അല്ല, ഇത് 1 ആക്കുക കേട്ടോ. എന്താക്കണം? 1 ആക്കുക. ഇവിടെ എന്ത് എഴുതുക? 1 എഴുതുക കേട്ടോ. ആൻഡ് അതേപോലെ ഇവിടെ 1 ആയി കഴിഞ്ഞാൽ ഇവിടെ എന്താവും? 50 ആവും. അതേപോലെ ഇവിടെ എത്ര സ്ക്വയർ കൂടെ വേണം? 2 എണ്ണം കൂടെ വേണം അല്ലേ. അപ്പൊ എന്താവും? സോഹന്റെ പോയിന്റും നിയയുടെ പോയിന്റും ഈക്വൽ ആവും. യു ക്യാൻ ഓൾസോ പ്ലേ സച്ച് എ ഗെയിം കട്ടിങ് ഔട്ട് ഷേപ്സ്. ഇതുപോലത്തെ ഗെയിംസ് കളിക്കാനാണ് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഏജ്? ഏജ് ഗെയിം, ഒരു ഏജ് എന്താ ക്വസ്റ്റ്യൻ? ഇവിടെ നോക്കൂ, മദർ എന്താ പറയണത്? 40 years. ഇത് മദറിന്റെ വയസ്സ് ചോദിക്കുകയാണ് സോഹൻ. മദർ ഹൗ ഓൾഡ് ആർ യു? അമ്മയുടെ വയസ്സ് എത്രയാ? 40 years. നിയ അച്ഛനോട് ചോദിക്കുകയാണ്, ഫാദർ വാട്ട് ഈസ് യുവർ ഏജ്? എത്ര വയസ്സാ? അപ്പൊ അച്ഛൻ പറയാണ് 5 years more than mother. അമ്മയെക്കാളും 5 വയസ്സ് കൂടുതലാണ്. ഹൗ ഓൾഡ് ഇസ് ദ ഫാദർ? അങ്ങനെയാണ് അച്ഛന്റെ വയസ്സ് എത്രയാ? അമ്മയുടെ ഏജ് എത്രയാ? 40. 40ന്റെ കൂടെ 5 പ്ലസ് ചെയ്താൽ പോരെ? 45. മിഹൽ ഈസ് 3 years old. ഈ കുട്ടിയുടെ പേര് മിഹൽ എന്നാണ് കേട്ടോ. മിഹല് എന്താണ്? നിയയെക്കാട്ടിലും 3 വയസ്സ്, 3 years old ആണ്. മിഹലിന്റെ വയസ്സ് 3 വയസ്സാണ്. നിയ ഈസ് twice as old as മിഹൽ. അതായത് മിഹലിന്റെ വയസ്സിന്റെ ഇരട്ടിയാണ്, ട്വൈസ് ആണ് നിയയുടെ ഏജ്. അങ്ങനെയാണെങ്കിൽ നിയയുടെ വയസ്സ് എത്രയാണ്? മിഹലിന്റെ വയസ്സ് 3. അപ്പൊ ഇതേപോലെ ഇരട്ടി എന്ന് വെച്ചാൽ 3ന്റെ കൂടെ വീണ്ടും ഒരു 3 കൂട്ടി നോക്കുക. അപ്പൊ ആൻസർ എന്താ? അതെ, ട്വൈസ് എന്നാണ് പറയണത് അല്ലെ. ട്വൈസ് ആണ്. അപ്പൊ 3ന്റെ കൂടെ 3 പ്ലസ് ചെയ്യുന്നത് ഉത്തരം എന്താണ്? 6. അപ്പൊ നിയയുടെ വയസ്സ് എന്താ? 6. വാട്ട് അബൌട്ട് ദെയർ ഏജസ് ആഫ്റ്റർ 5 years? അങ്ങനെയാണെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ അവരുടെ വയസ്സ് എത്രയായിരിക്കും? മദർ 5 more than 40. ഇപ്പൊ വയസ്സ് 40. 5 വർഷം കഴിയുമ്പോൾ 5 വയസ്സ് കൂടും അല്ലേ. അപ്പൊ 5 more than 40, 45. ഫാദർ 5 more than 45, 50. നിയ 5 more than 6, 11. മിഹൽ 5 more than 3, 8. അപ്പൊ എന്താ പറയണത്? നമ്മുടെ നിയ പറയാണ്, അച്ഛനോട് പറയാണ്, സ്റ്റിൽ യു ആർ 5 years older than മദർ. ഇപ്പോഴും അച്ഛൻ അമ്മയെക്കാളും 5 വയസ്സ് കൂടുതലാണ് അല്ലേ. അപ്പൊ അച്ഛൻ പറയാണ്, ബട്ട് നിയ യു ആർ നോട്ട് ട്വൈസ് as old as മിഹൽ നൗ. പക്ഷെ നീ ഇപ്പൊ മിഹലിന്റെ വയസ്സിന്റെ ട്വൈസ് അല്ല അല്ലെ. ട്വൈസ് എന്ന് വെച്ചാൽ അതേ നമ്പർ 2 തവണ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ആൻസർ. അതായത് അതിനെയാണ് ട്വൈസ് എന്ന് പറയുന്നത്. അപ്പൊ മിഹലിന്റെ വയസ്സ് 3, 3യുടെ ട്വൈസ് എന്ന് പറയുമ്പോൾ 3 + 3 എന്താണ്? 6 ആയിരുന്നു നിയയുടെ വയസ്സ്. പക്ഷെ 5 വർഷം കഴിഞ്ഞപ്പോൾ എന്തായി? മിഹലിന്റെ വയസ്സ് 8 ആയി. അപ്പൊ 8ന്റെ ട്വൈസ് ആണോ 11? 8ഉം 8ഉം കൂട്ടി നോക്കി കഴിഞ്ഞാൽ 11 കിട്ടുമോ? ഇല്ല അല്ലെ. 8ഉം 8ഉം പ്ലസ് ചെയ്താൽ ആൻസർ എന്താ കിട്ടുക? 16. അപ്പൊ 16 ആണോ നിയയുടെ വയസ്സ്? അല്ല. അപ്പൊ ട്വൈസ് അല്ല എന്ന് അച്ഛൻ പറയാണ്. റൈറ്റ് ഡൗൺ ദ ഏജസ് ഓഫ് എവരിവൺ ഇൻ യുവർ ഹോം. അതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെ പേരും അവരുടെ ഏജും ആണ് ഇവിടെ എഴുതാൻ പറയുന്നത്. കംപ്ലീറ്റ് ചെയ്യുക. അടുത്തത് ഒരു കമ്പ്യൂട്ടർ ഗെയിം ആണ്. നിയ ഈസ് പ്ലേയിങ് ഓൺ ദ കമ്പ്യൂട്ടർ. നിയ എന്ത് ചെയ്യാണ്? കമ്പ്യൂട്ടർ ഗെയിം കളിക്കുകയാണ്. വാട്ട് ഈസ് എ നമ്പർ ജസ്റ്റ് ആഫ്റ്റർ 23? 23 കഴിഞ്ഞാൽ, ആഫ്റ്റർ എന്ന് വെച്ചാൽ 23 കഴിഞ്ഞാൽ, അതായത് ഇവിടെ വരുന്ന നമ്പർ എത്ര എന്നാണ് ചോദ്യം. 23 ഇത് ബിഫോർ, ഇത് ആഫ്റ്റർ. ബിഫോർ എന്ന് വെച്ചാൽ തൊട്ട് മുന്നിലുള്ള നമ്പർ, ആഫ്റ്റർ എന്ന് വെച്ചാൽ അത് കഴിഞ്ഞു വരുന്ന നമ്പർ. ഓക്കെ, അപ്പൊ 23ക്ക് ആഫ്റ്റർ വരുന്ന നമ്പർ എത്രയാ? 24. വാട്ട് ഈസ് എ നമ്പർ ജസ്റ്റ് ബിഫോർ 15? അതായത് 15 തൊട്ട് മുന്നിലുള്ള നമ്പർ ബിഫോർ എത്രയാണ്? 14. വിച്ച് നമ്പർ ഈസ് എബോവ് 29? എബോവ് വെച്ചാൽ എന്താ? മുകളിൽ. അപ്പൊ 29ന്റെ എബോ, അതായത് ഇവിടെ വരുന്ന നമ്പർ എത്രയായിരിക്കും? അതെ, 19 അല്ലേ. 19 ആയിരിക്കില്ലേ? അതെ. വിച്ച് നമ്പർ ഈസ് ബിലോ 39? ബിലോ വെച്ചാൽ താഴെ. അപ്പൊ 39ന്റെ ബിലോ ഇവിടെ വരുന്ന നമ്പർ എത്രയായിരിക്കും? 49. റൈറ്റ് 30, 33, 36, 46 and 49 in the correct boxes on the computer. ഈ കമ്പ്യൂട്ടറിലാണ്, ഇവിടെയാണ് എഴുതേണ്ടത്. ഈ നമ്പേഴ്സ് കറക്റ്റ് ആയിട്ട് എഴുതുക. 13 ഇവിടെ വരും, 33 ഇവിടെ വരും, 36, 35, 37 ബിറ്റ്വീൻ വരും, 46, 49. Below are some boxes on the computer. Fill the empty boxes. അതുപോലെ ഇപ്പൊ എന്ത് ചെയ്യുക? ഇവിടെ ചില നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ആ നമ്പേഴ്സിന്റെ ഇവിടെ ചുറ്റും കാണുന്ന ബോക്സുകൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. ഇതുപോലെ എന്ത് ചെയ്യുക? ഫിൽ ചെയ്യുക. Next, Nia and her friends are playing with the cards. See how 2 of them are pair of the other also. ഇവിടെ നമ്മൾ എന്താണ്?
നമ്പർ നെയിമുമായിട്ട്, അതായത് നമ്പർ നെയിമുമായിട്ട് മാച്ച് ചെയ്യണം അല്ലേ. അപ്പോൾ ഇതിലൂടെ 30. അപ്പോൾ 30 എന്നുള്ള നെയിം സ്പെല്ലിങ് നമ്മൾ നമ്പേഴ്സ് പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് 50 വരെ 1 തൊട്ട് 50 വരെയുള്ള നമ്പേഴ്സിൻ്റെ നമ്പറും നമ്പർ നെയിം, അതിന് ഇംഗ്ലീഷിൽ നമ്മൾ എഴുതുമ്പോൾ സ്പെല്ലിങ്, അതാണ് നമ്പർ നെയിം എന്ന് പറയുന്നത്. നമ്പർ നെയിം കറക്റ്റായിട്ട് എഴുതാൻ പഠിക്കുക. നിങ്ങൾക്ക് അഥവാ നമ്പർ നെയിം എഴുതാൻ അറിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ ക്ലാസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്പർ നെയിംസ് മാത്രമായിട്ട്. അപ്പോൾ ഇവിടെ 30ൻ്റെ സ്പെല്ലിംഗ് എല്ലാ കൂട്ടർക്കും അറിയാലോ, THIRTY. അപ്പോൾ 30ലേക്ക് മാച്ച് ചെയ്യുക. അടുത്ത നമ്പർ എത്രയാ, 49. നെക്സ്റ്റ് 18, 21, അടുത്തത് 37. റൈറ്റ് ദ നമ്പർ ഈച്ച് വൺ ഗോട്ട് ഓൺ ദ കാർഡ്. അതായത് ഇവിടെ കിട്ടിയ ഓരോ കുട്ടികളുടെയും കൈ കിട്ടിയിരിക്കുന്ന നമ്പേഴ്സ് ഏതാണ്, അത് നമ്പർ ഇവിടെ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഈ കുട്ടീനെ കാണുന്നില്ല ചിത്രത്തിൽ, ഇതാ അല്ലേ. അപ്പോൾ ഇവിടെ ഈ കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ എത്രയാ, 30. ഇവിടെ എന്ത് ചെയ്യണം, 30ന്ന് നമ്പർ എഴുതുക. അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും കിട്ടിയ നമ്പേഴ്സ് എഴുതിയിട്ട് റൈറ്റ് ദം ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ബിഗ്ഗസ്റ്റ്, ചെറുതിൽ നിന്നും വലുതെന്ന ഓർഡറിൽ എഴുതുക. അപ്പോൾ 18, 21, 30, 37, 49. നെക്സ്റ്റ് മേക്ക് പെയേഴ്സ് ജോയിൻ സെയിം നമ്പേഴ്സ് എന്ത് ചെയ്യുക, പെയർ ആക്കാനാണ് ഇവിടെ പറയുന്നത്. 4 tens എന്ന് പറയുന്നത് എന്താണ്, 40 ones. അതായത് 4 10 രൂപ എടുക്കുന്നതും 40 1 രൂപ എടുക്കുന്നതും ഈക്വൽ അല്ലേ. 4 tens പറഞ്ഞാലും 40 ആണ്, 40 ones പറഞ്ഞാലും 40 ആണ്. അടുത്തത് 4 tens 6 ones. 4 10ഉം 6 1ഉം എത്രയാ, 46. അത് തന്നെയല്ലേ 46 ones. അടുത്തത് 31ഉം ones, 31 ones. അപ്പോൾ എത്രയാ, 31 പറയുന്നത് തന്നെയല്ലേ 3 tensഉം 1 1ഉം. നെക്സ്റ്റ് 1 10 1 9, ഒരു 10ഉം ഒരു 9ഉം. അപ്പോൾ എത്രയാ, 19 ones. നെക്സ്റ്റ് 2 tensഉം 8 ones, 2 tensഉം 8 ones അല്ലേ. അതായത് 2 tens പറഞ്ഞാൽ 20, പിന്നെ 8 ones, അപ്പോൾ 28 ones. നെക്സ്റ്റ് 44 ones പറയുന്നത് തന്നെയാണ് എന്ത്, 4 tensഉം 4 onesഉം. Next, let's make groups. Those who got the same number on their cards formed a group. ഒരേ നമ്പർ കാർഡ് കിട്ടുന്നത്, അതായത് നമുക്ക് ഇവിടെ 48 ഉണ്ട്, 20 and 16 ഉണ്ട്, 25 ഉണ്ട്, 40 ഉണ്ട്, 2 less than 50 പറഞ്ഞാൽ എന്താ, 50ൽ നിന്നും 2 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന നമ്പർ. ഓക്കെ, അടുത്ത 36 ഉണ്ട്, 4 tens 8 ones, 4 tens 25 ഉണ്ട്, 40 ഉണ്ട്, 20 and 5, 10 and 50. ഇത് ഗ്രൂപ്പ് ആക്കാനാണ് പറയുന്നത്. അതിൽ അടുത്തത് ഏതൊക്കെയാ, നെക്സ്റ്റ് പേജിൽ 30 and 6, 20 added to 20 വെച്ചാൽ 20ൻ്റെ കൂടെ 20 ആഡ് ചെയ്ത് നോക്കുക, എത്ര ഉത്തരം കിട്ടുക, 20ൻ്റെ കൂടെ 20 കൂട്ടിയാൽ 40. അടുത്തത് 48, 36. Write what are on the cards in each group. അപ്പോൾ ഗ്രൂപ്പ് 1 ഏതൊക്കെയാവാം, 25, 10 and 15. 10 15 കൂട്ടിയാൽ എന്താ ഉത്തരം വരിക, 25, 20 and 5. എന്താ ആൻസർ, 25. അപ്പോൾ 25 കാർഡ് കിട്ടുന്നവരെല്ലാവരും ഒരു ഗ്രൂപ്പ് ആകും. അടുത്ത സെക്കൻഡ് ഗ്രൂപ്പ് 20 added to 20, ആൻസർ എന്താ, 40 നമ്പർ ആയിട്ടുള്ള കാർഡ് ഉണ്ട്. അതുപോലെ 4 tens പറയുന്നത് 40 ആണ്. പിന്നെ എന്താ, 40ൻ്റെ നമ്പർ നെയിം അല്ലേ, FORTY 40. അപ്പോൾ ഈ കാർഡ് കിട്ടുന്നവരെല്ലാം എന്താവും, സെക്കൻഡ് ഗ്രൂപ്പ്. അടുത്ത തേർഡ് ഗ്രൂപ്പ് 48, 4 tens and 8 ones, 2 less than 50, 48. ഫോർത്ത് ഗ്രൂപ്പ് 30 and 6, 36. അടുത്ത 36, 20 and 60, 36. Among these, which is the largest number? ഇതിൽ ഏതാണ് ലാർജസ്റ്റ് നമ്പർ, 48. Which is the smallest number, 25. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഫുൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്ലാസ്സും ഇപ്പം നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ അത് നെക്സ്റ്റ് ആയിട്ട് നമ്മളിതിൻ്റെ വർക്ക് ബുക്കിൻ്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വർക്ക് ബുക്കിൻ്റെ ക്ലാസ്സും അതേപോലെ യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്ലാസ് മിസ് ചെയ്യാതെ കാണുക. ക്ലാസ് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്